വെൽക്കം ബാക്ക് ടു Abeenas വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഇതിന് വൈറ്റ് ഫോറസ്റ്റ് ആണ് ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വാലന്റൈൻസ് ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വനില സ്പോഞ്ചാണ് ഫസ്റ്റ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസും അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇത് നല്ലോണം പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഹാർട്ട് ഷേപ്പിലുള്ള 7 ഇഞ്ചിൻ്റെ മോൾഡാണ്. അപ്പോൾ ഇതിൽ ബാറ്റർ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്തിട്ടൊന്ന് ബേക്ക് ചെയ്യാം. സ്റ്റൗ ടോപ്പിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുത്തത്. ഇനി കേക്കിന് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 45 മിനിറ്റ് എടുത്തപ്പോൾ നമ്മളെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം മെഷർമെൻറ്റിൽ തന്നെ ഒരു കേക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 കേക്കും 3 ലെയർ ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഐസിങ് ചെയ്യാം. അപ്പം ഞാൻ 2 കേക്കും ഒരുമിച്ച് തന്നെയാണ് ഐസിങ് ചെയ്യണത്. അപ്പോൾ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് 2 കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ചെടുക്കാം. ഇനി ചെറി സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫില്ലിങ്സിൽ ചെറീസും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലെയറും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിക്കണം. എന്നിട്ട് അതിന് ശേഷം ഫൈനൽ ഫ്രോസ്റ്റിംഗ് കൂടി ചെയ്തെടുക്കുക. ഇപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ശേഷം കേക്കിൻ്റെ മുകളിലും താഴെയായിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കുക. അപ്പോൾ ഞാൻ നോസിലൊന്നും ഇടാതെ ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
താഴെ ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെ ബോർഡർ നമുക്ക് കേക്കിൻ്റെ മുകളിലും ചെയ്യാം. ഇനി കേക്കിൻ്റെ മുകളിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ കളറൊക്കെ ചേർത്ത് ചെയ്യുന്ന സമയത്ത് ക്രീം ലൂസ് ആവുകയാണെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഫ്ലവേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതേപോലെ ഫ്ലവേഴ്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഫ്ലവർ കിട്ടും. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെച്ചെടുക്കാനും വളരെ ഈസി ആയിരിക്കും. ഇനി ഫ്ലവേഴ്സിനൊക്കെ കുറച്ചും കൂടി ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കേക്ക് ഡസ്റ്റിൻ്റെ റെഡ് കളർ ഡസ്റ്റ് ഒന്ന് ഫ്ലവേഴ്സിൻ്റെ മുകളിലൊക്കെ അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്കിൻ്റെ മുകളിലൊന്ന് വെച്ചെടുക്കാം. ഫ്ലവർ വെച്ചെടുത്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഞാൻ മേലെ കൊടുത്ത ആ ഒരു സെയിം ഡിസൈൻ തന്നെ കേക്കിൻ്റെ സൈഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു കപ്പിൾ തീമും കൊടുത്തിട്ടുണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.